സ്കൂളിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനം. തിരൂർ ഫാത്തിമ മാതാ സ്കൂളിന്റെ എലോറ എന്ന നാമധേയത്തിൽ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് വർണ്ണശബളമായ ഘോഷയാത്ര അടക്കമുള്ള പരിപാടികളോടെ ഫെബ്രുവരി 3-ന് സമാപനമാകും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ ഇനം ആഘോഷ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ജനുവരി 31-ാം തീയതി വൈകിട്ട് 4:30 LP നഴ്സറി സ്കൂളിന്റെയും ഫെബ്രുവരി 1-ാം തീയതി ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും വാർഷികാഘോഷങ്ങൾ നടക്കും. നമ്മുടെ ഫാത്തിമ മാതാ സ്കൂള് 1986 ജൂൺ 16-നാണ് തിരൂർ ആരംഭിച്ചത്. 75 ജൂൺ 16-ന് തിരൂർ ആരംഭിച്ചു. അന്ന് വെറും 150 കുട്ടികൾ 3 ക്ലാസ്സുകളുമായി ആരംഭിച്ച ഒരു സ്കൂളാണ്. ഇന്ന് 2500-ൽ അധികം കുട്ടികൾ ഈ സ്കൂളിൽ പഠിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അത് തുടങ്ങിയതിൻ്റെ 50-ാം വാർഷികം നമ്മൾ ആഘോഷിക്കാൻ ദൈവം നമ്മെ അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ അത് കാര്യമായ രീതിയിൽ ആഘോഷിക്കാൻ ജൂബിലി സമാപനം ഫെബ്രുവരി 3-നാണ്. അത് ബിഷപ്പാണ്, താമരശ്ശേരി ബിഷപ്പാണത് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. ജനുവരി 31-ന് തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 1-ന് മലബാർ സ്പെഷ്യൽ പോലീസ് കമാൻഡർ AS രാജു IPS ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 3-ന് വൈകിട്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം സ്കൂൾ മാനേജറും പ്രൊവിൻഷ്യൽ സുപ്പീരിയറുമായ റവറൻഡ് സിസ്റ്റർ റീന ടോമിന്റെ അധ്യക്ഷതയിൽ താമരശ്ശേരി ബിഷപ്പുമാർ റെമിജിയോസ് ഉദ്ഘാടനം ചെയ്യും. കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ മുഖ്യാതിഥിയാവും. പ്രമുഖ സിനിമാ നടനും കൊമേഡിയനുമായ സാജു നവോദയ കോമഡി പ്രോഗ്രാം പ്രസ്തുത പരിപാടിക്ക് മാറ്റുകൂട്ടും. സ്കൂളിലെ ആർട്ട് ബീറ്റ് എന്ന ചിത്രകലാ ക്യാമ്പിൻ്റെ നേതൃത്വത്തിൽ തിരൂർ നൂർലൈക്ക് പാർക്കിൽ വെച്ച് കുട്ടികൾക്കായി ചിത്രയാത്ര എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു. സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചു. ആയുർവേദ മെഡിക്കൽ ക്യാമ്പിനായി സ്കൂളിൻ്റെ പരിസരവും സ്കൂളിൻ്റെ സൗകര്യങ്ങളും നമ്മൾ വിട്ടു നൽകിയിരുന്നു. സാഹിത്യം, ചിത്രകല എന്നീ അഭിരുചികൾ കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിനായി ആർട്ട് ബീറ്റ് എന്ന ക്ലബ്ബ് തന്നെ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ AP നസീമ, എഡ്യൂക്കേഷണൽ ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് കുമാർ തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തും. കഴിഞ്ഞ ഒരു വർഷം സുവർണ ജൂബിലി ആഘോഷവേളയിൽ വിവിധ തരത്തിലുള്ള മത്സരങ്ങൾ, സെമിനാറുകൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിച്ചതായി മാനേജ്മെന്റ് PTA പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചു. വാർത്താ സമ്മേളനത്തിൽ നിർമ്മല കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ പ്രീസ ജോർജ് SH, ഫാത്തിമ മാതാ കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ ആഗ്നസ് SH, പ്രിൻസിപ്പൽ സിസ്ലി പോൾ, റോസ്ബിൻ SHM ഹൈസ്കൂൾ, സിസ്റ്റർ നിർമ്മൽ SHM LP സ്കൂൾ, സിസ്റ്റർ വിനയ SHM നഴ്സറി സ്കൂൾ, ഹൈസ്കൂൾ PTA പ്രസിഡന്റ് അബ്ദുൽ ജലീൽ പിലാക്കൽ, LP സ്കൂൾ PTA ട്രഷറർ രാകേഷ് ഓംപേടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് 99 തിരൂർ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.